കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് നൽകിയല്ലോ. ഇന്നത്തെ നമ്മുടെ വേദ വചനചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പുരാതന യഹൂദ റബ്ബിമാർ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നതായ ഒരു ആശയമുണ്ടായിരുന്നു. അവർ പറഞ്ഞത് സ്വർഗത്തിൽ ദൈവത്തിന് 2 സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തത് ന്യായവിധിയുടെ സിംഹാസനവും മറ്റത് കരുണയുടെ സിംഹാസനം. ദൈവം എപ്പോൾ കരുണ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ആ സമയത്ത് ദൈവം കരുണയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിത്തീരും. എന്നാൽ എപ്പോൾ ദൈവം ന്യായവിധി നടത്തുന്നുവോ ആ സമയത്ത് ദൈവം ന്യായവിധിയുടെ സിംഹാസനത്തിൽ ഇരിക്കും. വിശുദ്ധ ബൈബിളിൽ നമുക്ക് അങ്ങനെ ഒരു തെളിവ് കാണാനില്ല എങ്കിലും ഇതൊരു യഹൂദ പഠിപ്പിക്കലാണ്. ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നു, നമുക്ക് ഉള്ള മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാലം പണിയുന്നവൻ. പൊന്തിഫിക്സ് എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഈ പദം വന്നിരിക്കുന്നത്. 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണോ അവനാണ് പുരോഹിതൻ. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നവനാണ് പുരോഹിതൻ. ആ ഒരു അർത്ഥത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശു നമുക്കും ദൈവത്തിനുമിടയിൽ ഒരു മഹാപുരോഹിതനായി പ്രവർത്തിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ നിവർത്തിക്കപ്പെട്ട പ്രവൃത്തി മൂലം, അതായത് പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തി മൂലം ഇപ്പോൾ ന്യായവിധിയുടെ സിംഹാസനവും കരുണയുടെ സിംഹാസനവും ഒന്നാണ്. അതിൻ്റെ പേര് എന്ന് പറയുന്നത് കൃപയുടെ സിംഹാസനം, ദ തോൺ ഓഫ് ഗ്രേസ്. ഇപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ പേര് വിശുദ്ധ ബൈബിളിൽ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃപയുടെ സിംഹാസനത്തിലാണ് ദൈവം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നു, നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുക്കിലേക്ക് ചെല്ലുക, കാരണം അവിടെയാണ് നമുക്ക് വേണ്ടി ദൈവം ഇരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം നാം ശ്രദ്ധിക്കണം, ധൈര്യത്തോടെ എന്ന് പറയുമ്പോൾ അവിടെ അഭിമാനത്തോടെയെന്നോ അല്ലെങ്കിൽ വല്ലാത്ത ഒരു സ്വഭാവത്തോടുകൂടെ നാം ചെല്ലാനല്ല, മറിച്ച് ധൈര്യത്തോടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ധൈര്യം ലഭിക്കുവാൻ കാരണമായ ഒരു പ്രവൃത്തി നടന്നു. ആ പ്രവൃത്തി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു നമുക്കായി ക്രൂശിൽ നിർവഹിച്ചതായ ആ പ്രവൃത്തിയാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തു 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾക്കായി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചതായ ആ സ്വീകാര്യം, നമുക്ക് ലഭിച്ചതായ ധൈര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശിലെ വിജയത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ധൈര്യം ലഭിക്കുകയുള്ളൂ. ഇന്ന് നമുക്കറിയാം, പല ആളുകളും ദൈവത്തെങ്കിലേക്ക് ചെല്ലുവാൻ പല മധ്യസ്ഥന്മാരെ തേടാറുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. മറ്റ് വിശുദ്ധന്മാരുടെ നാമം വിളിച്ചപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് ചെല്ലുവാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊന്നും ദൈവം വെച്ചതായ വ്യവസ്ഥയല്ല എന്നുള്ളത് നമുക്ക് വിശുദ്ധ ബൈബിളിലൂടെ വളരെ വ്യക്തമായി പഠിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ചെല്ലുവാനുള്ള ഏക നാമം, ഏക വഴി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പിതാവായ ദൈവത്തെങ്കിലേക്ക് ചെല്ലുവാൻ സാധിക്കുന്നു, ധൈര്യത്തോടെ ചെല്ലുവാൻ സാധിക്കുന്നു. എന്തിനാണ് ഇവിടെ നമ്മൾ വായിക്കുന്നു, കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുക്ക് ചെല്ലുക. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയുന്നുണ്ട്. കരുണ ലഭിപ്പാൻ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളാണെങ്കിൽ പോലും ദൈവത്തിൽ നിന്ന് നമുക്ക് കരുണ ലഭിച്ചാൽ നമുക്ക് അപ്രാപ്യമായത് ഒന്നുമില്ല. കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞവനായ കർത്താവ് അവൻ്റെ സ്ഥിതിഗതികളെല്ലാം പൂർണ്ണമായി മാറ്റി. അവൻ്റെ ശരീരത്തിലുള്ള സ്ഥിതി മാറ്റി, അവൻ്റെ സമൂഹത്തിലുള്ള സ്ഥിതി മാറ്റി, അവൻ്റെ മതത്തിലുള്ള സ്ഥിതി മാറ്റി, എല്ലാ നിലയിലുമുള്ള സ്ഥിതിഗതികളെ ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളോട് ദൈവത്തിന് കരുണ തോന്നിയാൽ ദൈവം നിങ്ങളുടെ അവസ്ഥകളെ പൂർണ്ണമായും മാറ്റും. അതുപോലെ തന്നെ സഹായത്തിനുള്ള കൃപ, നമുക്ക് സഹായം വേണം. ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇന്ന് ജീവിത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവമേ ഞാൻ എന്തു ചെയ്യും എന്നുള്ള ചോദ്യത്തിന് മുമ്പിലായിരിക്കാം നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റത്. പക്ഷേ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ആ കൃപ നിങ്ങളുടെ മേൽ ദൈവം പകർന്നാൽ നിങ്ങളാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാവിലെ സമയം ആയതിനായി ദൈവസ്ഥാനത്തിൽ
സമർപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം, കേൾപ്പിക്കപ്പെട്ട ഈ വചനത്തിനായി സ്തോത്രം. ഇന്നാരെങ്കിലും കരുണയും കൃപയും സഹായത്തിനുള്ള കൃപയ്ക്കായും ചോദിക്കുന്നുണ്ടെങ്കിൽ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യത്തോടെ അവർക്ക് ദൈവസ്ഥലത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.